മഹാനായ സക്കരിയ നബിയെ മുജാഹിദാക്കുന്നത് നിങ്ങളൊന്ന് കാണുക. സക്കരിയ നബി KNMന്റെ പ്രസിഡന്റായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് MGM പ്രവർത്തകയായ മറിയമ്മൻ അവിടെ എത്തി. ഇനി മൂസാ നബി അലൈഹിസ്സലാമിനെ മൂസാക്ക എന്ന് വിളിക്കുന്ന മറ്റൊരു പുരോഹിതനെ കാണൂ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നു പോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല, അന്ന് മൂസ നബി ആയിരുന്നില്ല. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല, അന്ന് മൂസ നബി ആയിരുന്നില്ല. ഇനി ഭഗവത്ഗീതയിലെ അർജുനനെ പ്രവാചകനാക്കുന്ന മുജാഹിദ് പുരോഹിതന്റെ തെരുവ് നാടകം നിങ്ങളൊന്ന് കാണുക. ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ സൂക്തം. ഹദോവ പ്രാപ്സ്യസി സ്വർഗം, ഹദോവ പ്രാപ്സ്യസി സ്വർഗം, ജിതോവാ ഭോക്ഷ്യസി മഹീം, തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. എന്താ ഇവിടെ? ഹദോവ പ്രാപ്സ്യസി സ്വർഗം. അർജുന, യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ, ഷഹീദായാൽ പ്രാപ്സ്യസി സ്വർഗം, സ്വർഗത്ത് പോകാം. ബല്ലഹിയ മിൻദ റബ്ബിഹിം. അപ്പൊ ഇതൊക്കെ എന്തറിയോ? പ്രവാചകന്മാരായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മുഹമ്മദാണെന്നോ മുജാഹിദുകൾ പറയാറില്ല എന്നോ ഒരു പുരോഹിതൻ പറയുന്നത് കേൾക്കൂ. ഒരാൾ പറയാണ് മുഹമ്മദ് നബി ഒരു മുഹമ്മദാണ്, വെറും മുഹമ്മദാണ്, യാതൊരു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നാട്ടിലുള്ള ആരെങ്കിലും. അപ്പൊ കാണാം മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ നേരെ എങ്ങനെ പ്രതികരിക്കുന്നു. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല, ഞങ്ങളും തയ്യാറായിട്ടില്ല. മനുഷ്യനാകലാണ് നബിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ യോഗ്യത. നബി മനുഷ്യനാണെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല, ഞങ്ങളും തയ്യാറായിട്ടില്ല. നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്താ വെച്ചാൽ നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബിപ്പയ്യനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന മറ്റൊരു പുരോഹിതനെ കാണൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് MM അക്ബർ എന്ന് പറയുന്ന നേതാവ്, മുജാഹിദ് നേതാവ് പറഞ്ഞു, അറബിപ്പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന പുരോഹിത വർഗത്തെ ഒന്നുകൂടി നിങ്ങൾ കാണൂ. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി, മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ